നമുക്ക് എന്തായിരുന്നു വേണ്ടതെന്ന് അറിയോ? ഇങ്ങനത്തെ ഒരു മാമനെ. ഓ, ഇതാണ് സംഭവം അല്ലേ? ഓ, hi guys, good morning, welcome to our new vlog, welcome to another brand new happy day in Thrissur. ഇന്നത്തെ പരിപാടി എന്താ അറിയോ? ഏറ്റവും ലോക്കലായിട്ടുള്ള ഏറ്റവും ചില സ്ഥലം ട്രെൻഡിങ്ങും ചില സ്ഥലം ഹിഡൻ ജെംസും ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ വളരെ ലോക്കൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു തട്ടുകട സെറ്റപ്പും അതുപോലെ തന്നെ ഏറ്റവും നോർമലായിട്ടുള്ള ഉച്ചയൂണ് കിട്ടുന്ന സെറ്റപ്പൊക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഐ തിങ്ക് സോ ഇറ്റ്സ് സോ ക്രൗഡഡ് ഈ രണ്ട് സ്ഥലവും. അത് മാത്രമല്ലാതെ എനിക്ക് തോന്നുന്നു വേറെ എവിടെയും അങ്ങനെ കോമൺ ആയിട്ട് ഇത്രയും പോർക്ക് കിട്ടില്ല എന്ന് തോന്നുന്നു. സോ പോക്കുള്ള മീൽസ് ആയിരിക്കും അല്ലെങ്കിൽ പോക്കുള്ള വ്ളോഗായിരിക്കും ഇന്ന്. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഒത്തൻറ്റിക്, ലോക്കൽ ആൻഡ് ഐ എം ഹോപ്പ്ഫുള്ളി ഡെലിഷ്യസ്. എന്താ ഇത്? രണ്ടുപേരും ഇരുന്ന് സിനിമ ഉണ്ട്. എത്ര മണിയായി? ആ, ഞാൻ വിളിച്ചിട്ട് ബെഡിലായിരിക്കും ഉറപ്പാ. ഇങ്ങനെയാണ് ഒരു ജോലിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാ പെരുമാറണ്ടേ. എല്ലാരും ബ്ലാക്ക് ആയി പോയല്ലോ. എങ്ങോട്ട് ഒരുങ്ങിട്ട് വരാൻ? എന്താ കാര്യം? ആ, സ്വെറ്റർ ഇട്ടോണ്ട് നടക്കണ്ട. അന്ത് കാണുമ്പോ അതായിരിക്കും പറയുന്നത്. എപ്പോ നോക്കിയാലും ഒരു ചൂടത്ത് സ്വെറ്റർ ഇട്ടോണ്ട് കിടക്കുന്നു. കൊറിയൻ K-pop ആണെന്ന വിചാരം. അത് ഇന്നത്തെ വ്ളോഗും കൂടെ കഴിയുമ്പോ ഇതും കൂടെ ചെറുതാവും. എഴുന്നേറ്റ് വരുന്നുണ്ടോ? സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഫുഡ് സ്പോട്ട് മാമന്റെ കട. ആരുടെ മാമനാ? ഏതോ നല്ലൊരു മാമന്റെ കടയിലാണ് പോകുന്നത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്. കാരണം എന്താ അറിയോ, ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇതുപോലത്തെ കുറേ ഫുഡ് ജോയിൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഒരു മാമൻ്റെ കടയുടെ അട്രാക്ഷൻ കണ്ടിരിക്കുന്നത് ഒരുപാട് ചെറിയ ചെറിയ ഡിഷുണ്ട്. പോർക്ക്, ബീഫ്, അല്ലാതെ മീൻ മുട്ട അതൊക്കെ ഉണ്ടെന്നാണ് കണ്ടത്. വളരെ ചെറിയൊരു സെറ്റപ്പാണ്, പക്ഷേ മാസീവ് ക്രൗഡാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി സീറ്റ് കിട്ടി. അതുപോലത്തെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ ഒരു, കുറേ ഇതുപോലത്തെ ഹോട്ടൽസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. പക്ഷേ ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു വെറൈറ്റി ഉള്ളത് ഈ മാമൻ്റെ കടയിൽ തന്നെയാണ്. ഇത് അത് തന്നെ. അതിൻ്റെ ബാക്കിൽ ചാവടി എന്ന് പറഞ്ഞ കടയുണ്ട്, അതും നല്ലതെന്ന് തോന്നുന്നു. ഇതാണ് ആ ഹോട്ടൽ കേട്ടോ. തിരക്കുണ്ട്. ഈ 2 വീലേഴ്സ് ഒക്കെ ഇവിടെ വന്നിരിക്കുവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇലയിലൊക്കെയാണ് ഫുഡ് തരുന്നത്. ഉണ്ടോ സ്ഥലം? ഇത് കൊള്ളാം കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. മീൻ മുട്ട ഇടുന്നതിന് മുമ്പ് അവർ മുട്ട ഇട്ട് ഇതുപോലെ ചിക്കുവാണ്. അതിൻ്റെ കൂടെ മീൻ മുട്ട ഇടുമ്പോൾ അതെ ഇതുപോലെ ഇരിക്കും. വളരെ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ്. അതെ, ഫസ്റ്റ് തന്നെ ചോറിൽ മീൻ ചാറാണ്. സോ ചോറ്, മീൻചാറ്, എനിക്ക് തോന്നുന്നു കുറച്ച് മെഴുക്കുവരട്ടി, അച്ചാറ്. ഇതെന്താ, ചീരയാണോ? ആ, നൈസ്. അല്ല സംഭവം ഞാൻ അവിടെ പോയി മീൻമുട്ടയൊക്കെ ടേസ്റ്റ് ചെയ്ത്. ഉണ്ടോ? ബ്ലോഗറാന്ന് പറഞ്ഞപ്പോ ചേട്ടാ ടേസ്റ്റ് ചെയ്തോളാം. സംഭവമാണ്. അവര് സാധാരണ മുട്ടയില്ലേ, അത് ആദ്യമേ ചിക്കും, അതിന്റെ കൂടെ മീൻമുട്ട ഇടുന്നത്. ആ, എന്തൊക്കെയാ സ്പെഷ്യലുള്ള? സ്പെഷ്യൽ ഇതാ ചേട്ടാ, ഇതൊക്കെ ബീഫ്, പോർക്ക്, മീൻ്റെ മുട്ട, ചെമ്മീൻ റോസ്, കൂന്തള്, കല്ലുമായ, കക്ക റോസ്, കൊഴുവ, ചിക്കൻ 65, കാട, താറാവ്, ആടിന്റെ ബോട്ടി, ബീഫിന്റെ ലിവർ. അപ്പൊ മീൻ്റെ മുട്ട, ബീഫ്, പോർക്ക്, ചെമ്മീൻ, കൂന്തല്. മീൻ്റെ മുട്ട, ബീഫ് വെച്ചു, പോർക്ക് വെച്ചു, ചെമ്മീൻ വെച്ചു, കൂന്തള് വെച്ചു. വേറെ ഏതാ? പിന്നെ കക്ക, കല്ലുമായ. ഏതാ നല്ലത്? കല്ലുമായ ഒന്ന്. പിന്നെ ചിക്കൻ 65, ആടിന്റെ ബോട്ടി, താറാവ്, കാട. താറാവ് വെച്ചോ? താറാവ് ഒന്ന്. പിന്നെ ഏതാ? ചിക്കൻ 65, കൊഴുവ് വറുത്തത്, മീൻ്റെ മുട്ട. വേറെ ഏതാ? പിന്നെ ആടിന്റെ ബോട്ടി, ബീഫിന്റെ ലിവർ, ചിക്കൻ കറി, ചിക്കൻ 65 കൂടെ വെച്ചോ? ചിക്കൻ 65 കൂടി വെച്ചു. വന്ന് ഷോക്കായി പോയി. ഐറ്റംസ് പറയുന്ന സ്പീഡും ലിസ്റ്റും കണ്ടിട്ടെ. എന്തൊക്കെയാ വന്നേന്നൊന്നും കൂടെ പറയട്ടെ. ഏതാ ഇത്? ചെമ്മീൻ, കൂന്തല്, കക്ക, കല്ലുമ്മക്ക, മീൻ മുട്ട,
പോർക്ക്, ബീഫ്, ചിക്കൻ, താറാവ്. ഏതാണ് തുടങ്ങുന്നത്? ഞാൻ 65 തുടങ്ങി. മീൻ മുട്ടയെന്നാണ്. മീൻ മുട്ടയും കുറച്ച് മീനിൻ്റെ കറിയും ഇതും കുറച്ച് പപ്പടവും. ഓക്കെ, നോക്കട്ടെ. ആ മീനിൻ്റെ മുട്ട ശരിക്കും അവർ പറഞ്ഞ സത്യം കേട്ടോ. അതിൻ്റെ കൂടെ ഈ മുട്ടയും കൂടി ഇട്ട് ചിക്കി എടുത്തുകൊണ്ട് നോർമൽ മുട്ട ഭയങ്കര ടേസ്റ്റ്. ഇവിടെ മെയിൻ ആയിട്ട് അവിടെ പോർക്ക്. ഇതാണോ പോർക്ക്? പോർക്ക്. എനിക്ക് വേണ്ട. ഓക്കെ, റോസ് പോർക്ക് കേട്ടോ, അടിപൊളി. അത് കുറച്ച് പോർക്കും എടുത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് എല്ലാത്തും നമുക്കൊരു പപ്പടം വേണേ. പോർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കത് അങ്കമാലി പോർക്ക് പോലെ ആയിരിക്കും. എടുത്ത് മീൽസ് വളരെ നോർമലാണ്. സൈഡ് കറികളാണ് സൂപ്പർ. അതാണ് അവരുടെ മെനു. താറാവുകളോ? അടിപൊളി. ഓക്കെ, ഞാൻ താറാവ് കഴിച്ചില്ല. പോർക്കും മീനിൻ്റെ മുട്ട ഇപ്പം കഴിച്ചു. സൂപ്പർ. ഏതാ? ബീഫാ. അടുത്തത് ബീഫാണ്. ബീഫ് കുറച്ചെടുത്ത് മീൻ കറി, അതിൻ്റെ കൂടെ കുറച്ച് പപ്പടം ഇട്ട നോക്കട്ടെ. നല്ല നെയ്യുള്ള ബീഫാ. വെറൈറ്റി ടേസ്റ്റ്. ഒരു പുകയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നന്നായി വിറകിൽ വല്ലതും കുക്ക് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. അതാണോ വല്ലതൊന്നും അറിയില്ല. പക്ഷെ ആ ബീഫിനെ നെയ്യും ബീഫും കൂടെ മിക്സ് ചെയ്തിട്ട് തട്ടുകട ടേസ്റ്റ് അല്ലേ? പക്ക തട്ടുകട ടേസ്റ്റ് ബീഫിന്. നാടൻ ടേസ്റ്റ് അല്ല. നാടൻ ടേസ്റ്റ്. ചിക്കൻ 65 ഒരു നാടൻ ടേസ്റ്റ്. നോക്കട്ടെ. അടുത്തത് നമ്മുടെ ചിക്കൻ 65 കുറച്ച് തണുത്ത് പോയിട്ടുണ്ട്. എങ്ങനെയത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും ഒരു ഹോട്ടലിൽ പോയാലും നമുക്ക് ആ തട്ടുകടയുടെ ടേസ്റ്റ് കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെ ആ തട്ടുകട ടേസ്റ്റിനാണ് കിട്ടുന്നത്. അടിപൊളി. 65 അടിപൊളി. അത് തണുത്ത് പോയതുകൊണ്ട് വലിയ ടേസ്റ്റ് കാണാമോ. അടുത്ത താറാവ്. അടുത്തത് താറാവ് കറിയാണ്. ഓബിയസ്ലി ബ്രോയിലർ താറാവ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. നല്ല എല്ലുണ്ട്. നോക്കട്ടെ. താറാവിൻ്റെ അങ്ങനെ പറ്റില്ല, കടിച്ചു കഴിക്കാം. അങ്ങനെ പറ്റുള്ളൂ. ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ. ജീരകക്കറിയുടെ അധികം സ്പൈസി അല്ല കേട്ടോ ഇതൊന്നും. ഓക്കെ, ബാക്കിയൊക്കെ അടിപൊളിയാകുമ്പോൾ ദിസ് ഇസ് ഓക്കെ, നോട്ട് ബാഡ്. അവൻ്റെ ബാക്കിയൊക്കെ അത്ര അടിപൊളിയായതുകൊണ്ടാണ്. ചെമ്മീൻ നോക്കട്ടെ. ചെമ്മീൻ, ചോറ്, ഇത് പപ്പടം വേണ്ട. ഓക്കെ, ചെമ്മീൻ അടിപൊളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഡിഷ് ഒന്നും മാത്രം മതി, ചോറൊന്നും വേണ്ട, മാത്രമായിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ കൂന്തൽ. റബ്ബറിയൊന്നും അല്ല കറി. ഇങ്ങനെ എടുത്തെടുത്ത് ഇത്ര നേരം വെച്ചിട്ട് തണുത്ത് പോയിട്ട് വലിയ പ്രശ്നമില്ല അല്ലേ? സാധാരണ എല്ലാം ഈ ഉണങ്ങി തണുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവുമല്ലോ. ഇവിടെ ആ ഒരു പ്രശ്നമില്ല, ഭയങ്കര തണുത്തൊന്നും പോയിട്ടില്ല. കറി ഇങ്ങനെ എടുത്തെടുത്തോ അല്ലാതെ തീരൂല. അടിപൊളി. എനിക്ക് പോർക്ക് അവിടെ, പോർക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് തീർക്കും. അടിപൊളിയല്ലേ? ഓരോന്നോരോന്നായി തീർക്കട്ടെ. ഇവർ തരുന്ന പോർഷൻ സൈസും കറക്റ്റാ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, പോർക്കും ചോറും. തൃശ്ശൂർ വന്നിട്ട് ഫുൾ സ്കോറിംഗ് ആണ് കേട്ടോ, ഫുൾ സ്കോറിംഗ് ഫുഡിന്. എന്തെങ്കിലും ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? ആ, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. ഇത് ചെമ്മീൻ മാത്രമേ ഉള്ളൂ. ചെമ്മീൻ മാത്രമുള്ള മീൻ കറി ഇല്ല അതില്? മീൻ ചാറല്ലേ? ആ, മീൻ ചാറും ചെമ്മീനും.
ഏതാ ഏതാ ഇഷ്ടപ്പെട്ട? എല്ലാം സൂപ്പറാ ഇതെന്ന് പറയുന്ന അതാ ഇപ്പൊ താറാവ് മാത്രം ആ ജീരകത്തിന്റെ ടേസ്റ്റ് കയറി നിൽക്കും. ബാക്കിയുള്ളതിൽ കുറച്ച് മസാല കൂടുതലുണ്ട് ഇതിന് കുറവായി കുറവായതുകൊണ്ടായിരിക്കും. എല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. മീൻ മുട്ട എടുക്കട്ടെ, എല്ലാം കണ്ടിട്ട് നമ്മുടെ മുമ്പിലെ സാധനം ഇരിക്കുന്നത് ഇതുപോലെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ബീഫ് മീൻ മുട്ട നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നാൽ പോലും നമുക്ക് കൊതിയാവുന്നു. അപ്പൊ നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആടിന്റെ ബോട്ടി ബീഫിന്റെ ഇതല്ലാതെ ബോട്ടി ലിവർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്തോരം ഉണ്ട്. നമുക്ക് ഇത്രയും മതിയല്ലോ. ഫിഷ് ഫ്രൈ ഒന്നും എടുത്തിട്ടും കൂടി ഇല്ല. കൊഴുവ ഫ്രൈ ഫ്രൈ അതും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ സംഭവം നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോ ഹൈപ്പാന്ന് വിചാരിച്ചു അല്ലെ, അത്ര തിരക്കും ഇതൊക്കെ. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വേർത്താണ്. ലിറ്ററലി ഇറ്റ്സ് വേർത്ത്. റേറ്റ് ഞാൻ ഇത് ബില്ല് ചെയ്തിട്ട് പറയാം. പക്ഷെ കല്ലുമ്മ എല്ലാം ടേസ്റ്റ് റിയലി ഒത്തന്റിക് ആൻഡ് ഡിഫറെന്റ്. ഒന്നിനും ഒരേ ടേസ്റ്റ് ഇല്ല. അതാണ് ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടും എല്ലാത്തിനും അതിന്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പാത്രം കാലിയാകുമ്പോ മനസ്സിലാവുമല്ലോ. ഇനി ഇത് കൂന്തലും ഇതും മാത്രമേ ഉള്ളൂ. ബാക്കി താറാവൊന്നും ഇല്ല, അത് ഗ്രേവി മാത്രമേ ഉള്ളൂ. ഇത് തീർക്കില്ലേ? ഇതിനായിട്ട് വേണം രാത്രി അടുത്ത സ്ട്രീറ്റ് ഫുഡ്. എന്ത് ഇത് താറാവ് ആ ദേഷ്യം കയറി തുടങ്ങി. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും. ഈ ചെമ്മീന്റെയും ബീഫിന്റെ ഒക്കെ ഉണ്ടല്ലോ, ലാസ്റ്റത്തുള്ള ഈ അരപ്പ് പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അത് തന്നെ ചോറിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെ കേട്ടാ. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് കൂന്തലും ഉണ്ട്. അപ്പൊ എല്ലാം കാലിയായി. അങ്ങനെ മാമന്റെ കടയിലെ ലാസ്റ്റ് ബൈറ്റ്. നമുക്ക് എന്തായിരുന്നു വേണ്ടതെന്ന് അറിയോ? ഇങ്ങനത്തെ ഒരു മാമനെ. ശരിക്കും പ്രിൻസ് പറഞ്ഞ പോലെ കല്യാണ വീട് പോലെയാ. വന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്ത ആൾ ഇരിക്കുവാണ്. അപ്പൊ തന്നെ പോകും. ആൻഡ് വീക്ക് ഡേ വീക്കെൻഡ് എപ്പോഴാണെങ്കിലും ഈ തിരക്കുണ്ട്. സോ നിങ്ങൾ എനിക്കൊന്ന് ആക്കോട്ട് ചെയ്യേണ്ടത് വന്ന് വേഗം കഴിച്ചിട്ട് പോവുക, ബാക്കിയുള്ളവർക്ക് സ്ഥലം കൊടുക്കുക. പിന്നെ ലാഗിങ് ഒന്നും എല്ലാം പെട്ടെന്ന് തന്നെ. അത് കറക്റ്റാ. ആൻഡ് ടോട്ടൽ റേറ്റ് 940. ഇത്രയും ഐറ്റം ഓർഡർ ചെയ്തിട്ട് 6 കറിയും മേടിച്ച് 3 മീൽസും 2 കറിയുടെ പൈസ. അതെ. ഇനി അടുത്തത് ലോക്കൽ ഡിസേർട്ട്. 2 മിനിറ്റ് എടുക്കാൻ പറ്റിയില്ല, ഡിസേർട്ട് കഴിക്കാൻ പോകണം. ഈ സ്ഥലം നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം, തൃശ്ശൂരിന്റെ ചങ്കായ മേരിയാൻ സജസ്റ്റ് ചെയ്താണ്. കൊള്ളാവുമെങ്കിലും കൊള്ളില്ലെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണ്ട. മേരിയാനെ അടുത്ത് പറയാം. ഞാനൊരു സാധനം സജസ്റ്റ് ചെയ്ത മേരിയാൻ അവിടെ എല്ലാ പ്രാവശ്യം പോകുന്ന എപ്പോഴും പോകുന്ന പറഞ്ഞത്. അതാ ആ കൂടെ 4 സ്ഥലത്തേ പോവുള്ളൂ. പക്ഷെ 4 സ്ഥലത്ത് ഒരു വർഷം ഒരു 100 തവണ പോകും. അപ്പൊ ഇവിടെ സ്നാക്സും ഉണ്ട്, പായസവും ഉണ്ട്. ലക്ഷ്മി സ്വീറ്റ്സ് എന്ന് കണ്ട പേര്. നമ്മൾ പായസം കുടിക്കാനാ വന്നത്. സ്നാക്സ് കണ്ട് ആത്തിമൂത്തി കഴിക്കണ്ട. സ്നാക്സിന്റെ കളിയാണല്ലോ ഇവിടെ മൊത്തം. അയ്യോ, സവാള വട, കട്ട്ലറ്റ്. എനിക്കൊന്ന് വൈകുന്നേരം ഒന്നും കൂടെ വരേണ്ടി വരും ചിലപ്പോ അല്ലേ കണ്ടിട്ട്. എന്തോ അതെ, ക്രീം ബൺ കണ്ടിട്ട് ആളുടെ കണ്ണ് ഞെട്ടിപ്പോയി കേട്ടോ. അതെ, ക്രീം ബൺ ഉണ്ട്. എനിക്ക് പാലട മതി. 3 പേർക്കും പാലടയാ? ഏത്? അതൊന്നും ഇപ്പൊ തരാൻ പറ്റില്ല. അല്ലേ, നല്ല പാലട പായസേ. മേരിയാന് കൊടുക്കാവോ 5 സ്റ്റാർ റേറ്റിംഗ്? ആടാ, മേരിയാനെ നമുക്കൊരു ഫുഡ് ബ്ലോഗർ ആക്കിയല്ലോ. ഇത് ഭാര്യയ്ക്ക് ഒരു പാർസൽ മേടിച്ചു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്ര അടിപൊളിയാണോ? നോക്കട്ടെ. കറക്റ്റ് മധുരം, നല്ല കട്ടിയുണ്ട്. കളർ തന്നെ ഭയങ്കര അപ്പീലിംഗ് ആണ്. കളർ തന്നെ കണ്ട ഭയങ്കര അപ്പീലിംഗ് ആണ്. ഓ, ഞാനൊരു പായസം ഉണ്ടാക്കി വീട്ടിലെ മക്കളെ വന്ന് കുടിക്കണായിരുന്നു. വിളിച്ചില്ല, അത് തീർന്നു പോയി. ഇതില് തന്നെ ഞാൻ കുക്ക് ചെയ്ത് ഞാൻ കഴിക്കും. ഓക്കെ, ബില്ല് കൊടുത്ത പോവാം. ഇത് മിക്കവാറും പ്രിയ വൈകുന്നേരം വരണം എന്ന് പറയും കേട്ടോ. പായസം ഒന്നും പറയാനില്ല. അതിന് മധുരം കിട്ടില്ല. ഫ്രീ കണ്ടിട്ട് കൊതിയെ കഴിക്കുന്നതെന്ന് തോന്നുന്നു. എന്ത് കുറ്റവും പറയും എന്നിട്ട് കൂടെ സപ്പോർട്ടും ചെയ്യും. നല്ലത് പറയണോ? അന്നിട്ട് കുറണം. ആ, ടേസ്റ്റ് അത് കുഴപ്പമില്ല. ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് കഴിക്കുന്നു. അതെനിക്കറിയാം. ഞാൻ ഒരു ബൈറ്റ് എടുത്തിട്ട് ബാക്കി കിട്ടാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തതറിയാം. ക്രീം ബൺ എവിടെ നോക്കട്ടെ, എന്താ ഇത്രയും സംഭവം എന്ന്. സോ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഫ്രൈഡ് ഡോണറ്റ് വിത്ത് സം ഫ്രഷ് ക്രീം ആണ്.
നോക്കട്ടെ. ഇനി പറ. മേരിയ ആകെ രണ്ട് അന്ത് ഭാഗ്യം ചെയ്ത ഭർത്താവാ. മാമന്റെ കട സൂപ്പർ, തോംസൺ കാസ സൂപ്പർ, 1 AM കഫേ സൂപ്പർ, വാഫി സ്ട്രീറ്റ് അത് ഓക്കെ. ഇന്ന് ഞങ്ങൾ പോയ സ്ഥലങ്ങളുടെ ലിസ്റ്റാണ്. ലക്ഷ്മി സ്വീറ്റ്സ് സൂപ്പർ. ഇനി രാത്രി ഒരു തട്ടുകടയിൽ പോകണം. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു ലോക്കൽ വ്ളോഗ് ആണെങ്കിൽ പോലും പ്രിയ ആക്ച്വലി വന്നില്ല. കാരണം അവിടെ കയറി ഇരിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. പ്രിയയ്ക്ക് സ്റ്റെപ്സൊക്കെ കയറാൻ കുറച്ച് പാടാണ്. സോ പ്രിയായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണം. അതിന് രാത്രി വീണ്ടും ഒരു അടിപൊളി തട്ടുകട where you get some കപ്പ ആൻഡ് പോർക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ പണി എന്താ അറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരം ഞങ്ങൾ കഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കണ്ടോ? പാർക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ലാസ്റ്റ് ചേർത്തിട്ടിട്ട് ഇനി ഇവിടെ നമ്മുടെ വാക്കിൻ ക്യാബിനൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കയറി ഫുഡ് കഴിക്കാനുള്ള പാടാണ് കേട്ടോ. അതെ, ഫുഡ് കഴിച്ചിട്ടുള്ള പാടാണ് ഈ കാണുന്നത്. ഇല്ലെങ്കിൽ ഈസി ആയിട്ട് കയറായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് വ്ളോഗ് ചെയ്യുന്നത്. മനസ്സിലാക്കൂ. അധ്വാനം എന്നൊക്കെ പറഞ്ഞ വാഗൊണ്ട് മാത്രമല്ല, അല്ല, ശരീരം കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഫിസിക്കലി അധ്വാനിക്കുന്നുണ്ട്. ഗൈസ്, സോ ഡിന്നറിന് ഞങ്ങൾ ഒരു ഹിഡൻ സ്പോട്ടായിട്ടുള്ള സ്ഥലത്ത് പോവാണ്. പക്ഷെ തൃശ്ശൂരിലെ ട്രാഫിക്, ഓ മൈ ഗോഡ്, ഇറ്റ്സ് ജസ്റ്റ് സോ ക്രേസി. ഏകദേശം ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ പോകാൻ 1.25 മണിക്കൂറൊക്കെ എടുക്കുന്നത്. അത് ശോഭ സിറ്റിയുടെ അടുത്താണ് ഈ ഒരു പ്ലേസ്. അത് ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണം. അപ്പോൾ ഹോപ്പ്ഫുള്ളി ആ തട്ടുകടയിൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും ഫുഡ് കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ വേഴ്സ്റ്റ് ലൈഫ് കണ്ടീഷനാണ് നമ്മൾ ഈ ട്രാഫിക്കിൽ പെട്ട് നമ്മുടെ സമയം പോകുന്നത്. ശരിക്കും അത് ഒരു പരിഹാരം എന്തെങ്കിലും ഗവൺമെൻറ്റോ അതിൻ്റെ അധികൃതർ ആരെങ്കിലും ചെയ്യേണ്ടതാണ്. നമ്മുടെ എത്ര വാല്യുബിൾ ടൈമും അതുപോലെ തന്നെ ഇന്ധന പൈസയും ഒക്കെയാണ് പോകുന്നത്. ടു മച്ച്, ഭയങ്കര ഒരു വേസ്റ്റ് ഓഫ് ലൈഫ് തന്നെയാണ് ഈ ട്രാഫിക്കിൽ ഇങ്ങനെ കടന്നു പോകുന്നത്. ആൻഡ് എവ്രി വൺ വിൽ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് ഓൾസോ. ഓ വയ്യ, നടുവൊക്കെ ഒരു ലെവലായി. കുഴിയും ചാടി 1 മണിക്കൂർ ട്രാഫിക്കിലിരുന്ന് ഒരു ചെറിയ സത്യം കേട്ടോ. നിങ്ങൾ ഇതൊക്കെ നല്ലതാണെങ്കിൽ വന്ന് ട്രൈ ചെയ്യണം. ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ടാക്കി തരണം. ഫുൾ അധ്വാനമാണ്, കഴിക്കാൻ പറ്റുള്ളൂ. സോ കടയ്ക്ക് പേരൊന്നും ഇല്ലാന്ന് തോന്നേ. സോ ഇതാണ് സെറ്റപ്പ്. നോ ഗൂഗിൾ പേ. ബെസ്റ്റ്. പൈസ ഉണ്ടോ? കാർഡുണ്ടോ? എൻ്റെ പേഴ്സ് വീട്ടിലോ? ചോദിക്ക. എന്തൊക്കെ പാടാൻ നോക്കി. ഈ പലവ്യഞ്ജന കടയിൽ കയറി ഇവിടെ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് അവരുടെ 500 രൂപ വാങ്ങിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്. 500 രൂപയ്ക്കുള്ള ഫുഡ് കഴിക്കാം. അത്രേ ഉള്ളൂ, ബഡ്ജറ്റ് അത്രേ ഉള്ളൂ. സോ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടെ. ആദ്യം തന്നെ കയറി. സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊള്ളി ബീഫും പോർക്കും ആണ്. സോ ഞങ്ങളൊരു കൊള്ളി ബീഫും കൊള്ളി പോർക്കും ആണ് എടുക്കുന്നത്. പായസക്കൊള്ളി എന്നാണ് പറയുന്നതെന്ന്. കൊള്ളാമല്ലോ. ഇത് പോർക്കാണ് ഏട്ടാ? പോർക്ക് അടിപൊളി. ഓക്കെ, ഇനി ബീഫും വരും. ഇപ്പം തീർക്കരുത് കേട്ടോ, വെയിറ്റ് ചെയ്യാൻ. ഇല്ലേ കൊള്ളി. ഈ കൊള്ളി എന്ന് പറഞ്ഞാൽ കപ്പ തന്നെയല്ല. ബീഫ്. ഓക്കെ. കോമ്പിനേഷൻ ജെഫ്രിൻ പറയുന്നത് ഇതിൻ്റെ കൂടെ കാടമുട്ടയും കൂടെ വേണമെന്നാണ്. സോ 5 മുട്ടയുടെ ബുൾസയുള്ള കാടമുട്ട അത് 2 സെറ്റ് അടിച്ച് അത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിക്കണം എന്ന്. അതാണ് കോമ്പിനേഷൻ അല്ലേ? ഇതാണ് സംഭവം അല്ലേ? ആദ്യമേ ഈ കപ്പയും ബീഫും മാത്രമായിട്ടൊന്നും എടുക്കുക. കപ്പ എന്തൊരു ഗോൾഡൻ കളർ, ശരിക്കും ലിക്വിഡ് ഗോൾഡ് പോലെ ഉണ്ട്. പായസം പോലെ ഇരിക്കുന്നല്ലേ കപ്പ? അടിപൊളി. പോർക്ക് നോക്കട്ടെ. നമുക്ക് ഇതെന്താ പറഞ്ഞ ഒരു പോർക്ക് കൊലർത്തിയതൊക്കെ പോലത്തെയാണ്. സോ പോർക്ക് മാത്രം ഒന്ന് നോക്കാം. ആദ്യമേ ടേസ്റ്റ് ചെയ്ത്. പോർക്ക് മാത്രം ഭയങ്കര ടേസ്റ്റ്. ശരിക്കും സവാളയൊക്കെ വരട്ടി നല്ല കിട്ടിലും പോർക്ക്. ഫുൾ ഫാറ്റൊന്നും അല്ല കേട്ടോ, മീറ്റും ഉണ്ട്.
ഒരു സോസേജിൻ്റെ ഒക്കെ ടേസ്റ്റ്, പോർക്ക് സോസേജിൻ്റെ. ഇനി നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് മുട്ട കപ്പ മിക്സ് ചെയ്ത് മുട്ട കൊള്ളി പോർക്ക് എല്ലാം കൂടെ എടുത്ത് എന്താ അഭിപ്രായം? എന്താ ഇത് മാത്രമേ തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഹിഡൻ ജെമ്മാണ് കേട്ടോ സത്യമായിട്ടും. ഇഫ് യു ലവ് ദിസ് ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു കേരള സ്ട്രീറ്റ് ഫുഡ് എന്ന് തന്നെ പറയാം. അടിപൊളി സ്ഥലം. ലൊക്കേഷൻ എല്ലാത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ പോർക്കിൻ്റെ ടേസ്റ്റ് ബീഫും അടിപൊളിയാണ്. ബീഫും അതെ. സൺഡേ അവധിയാണ്. നമ്മൾ കുറച്ച് നേരം ഇത് കഴിക്കും, അതിന് എക്സ്ചേഞ്ച് ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ അത് കഴിക്കും, ഇത് കഴിക്കും. പക്ഷേ ഇത് രണ്ടും കൂടെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോർക്ക് തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഫേവറേറ്റ് ആയി വന്നത്. രണ്ടുപേർക്കും പോർക്ക് ഇഷ്ടമായതുകൊണ്ട് പ്ലസ് ആ ഫ്ലേവറും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ബീഫ് മോശമെന്നല്ല, പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ മുട്ടയും കൂടെ ഇടണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ഫുൾ കോമ്പിനേഷൻ ആവുള്ളൂ. ഇറ്റ്സ് ക്രീമി, റിച്ച്, സ്പൈസി, സോൾട്ടി, ടെക്സ്ചർ വൈസും അടിപൊളിയാവും. പെർഫെക്റ്റ്, അടിപൊളി. ഇവിടുന്ന് കഴിച്ച് ഫുള്ളായിട്ട് പുതിയ പുതിയ കോമ്പിനേഷൻസ് കേൾക്കുമ്പോൾ പുതിയ പോവാണ്. സോ ബോട്ടി മുട്ട, ബീഫ് ഓംലെറ്റ്, പോർക്ക് ഓംലെറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. പക്ഷെ പോർക്ക് മുട്ട മിക്സ് അത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. പോർക്കിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി. സോ അതും കൂടെ ഒന്നും കൂടെ ട്രൈ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, കഴിച്ച് തീർത്തോണം. സോ ആദ്യം ഇതിലോൻ്റെ മുട്ടയും മിക്സ് ആയിട്ടുള്ളൊരു മുട്ടയും അതിൻ്റെ പച്ചക്കറിയും എല്ലാം കൂടി ഇട്ട്, പിന്നെ അതിൻ്റെ കൂടെ നല്ല പോർക്കിൻ്റെ ഒരു പോർഷൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തരും. നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. ബീഫ് കറിയോ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട്, പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട്, ചിക്കനോടെ പറ്റില്ല, ഇതുപോലെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മുട്ടയും കൂടെ ഇട്ടപ്പോൾ ഭയങ്കര പോർഷൻ ഉണ്ടല്ലോ. എങ്ങനെ കഴിക്കുന്നില്ല ജെഫ്രി? എന്തൊരു ചൂടാ ഇത്. ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ടേസ്റ്റാ? നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം പറയരുത്. ആ അങ്ങനെ പറ. ഹൈലൈറ്റ് കൊള്ളിയും പോർക്കും തന്നെ അല്ലേ? കാരണം ഇതിലാകുമ്പോൾ ഒരു ഗ്രേവിയുടെ പക്ഷേ ഇൻറ്റൻസിറ്റി കുറഞ്ഞു. പക്ഷെ മറ്റേതിൻ്റെ അടുത്ത് പോർക്കും കപ്പയും തന്നെ അടിപൊളി. അപ്പോൾ ഇന്ന് പോയ രണ്ട് സ്ഥലവും അടിപൊളിയായിരുന്നു കേട്ടോ. വളരെ ലോക്കലും ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഭയങ്കര എന്താ പറയുന്ന ഒരു ഹൈജീനും ഒരു കസ്റ്റമേഴ്സ് വരരുത്. പക്ഷെ വന്ന് നല്ല രീതിയിൽ ഈ ഒരു നാടൻ രീതിയിൽ ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റിയ രണ്ടും അടിപൊളിയാണ്. ഉച്ചത്തെ മീൽസും പ്ലസ് ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ സാധനവും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇവിടെ ആണെങ്കിൽ എനിക്ക് ആ പോർക്കും മുട്ട ഓർഡർ ചെയ്യണമെന്നില്ല. പോർക്കും കൊള്ളിയും ബീഫും കൊള്ളിയും ഇത് രണ്ടുമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. എനിക്കൊന്ന് പോർക്കിൻ്റെ ഓംലെറ്റ് ചിലപ്പോൾ നല്ലതായിരിക്കും. ഗ്രേവി ഇട്ട് തന്നെയാണ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ബീഫ് ഓംലെറ്റും ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ട്രീറ്റഡ് അസ് റിയലി വെൽ. വളരെ സന്തോഷത്തോടെ പോകുന്നത്. സോ വീണ്ടും ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റ് തൃശ്ശൂരിലെ പാർക്ക് റാഡിസണിലെ പാർക്കിൽ 30 ഓഗസ്റ്റിൽ കാണും. എല്ലാവരും വരണം. 11 മണി തൊട്ട് രാത്രി 8 മണി വരെ ആയിരിക്കും. അവിടെ ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ ഫുഡ് ഇവിടെ കിട്ടുന്നേ ഇല്ല, വളരെ കുറവാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ്. സോ അതും കാണും, അതല്ലാതെ ഡ്രസ്സുകളും ബാക്കി എല്ലാം കാണും, ഞങ്ങളും കാണും. സോ അവിടെ വെച്ച് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബൈ. ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് പറയണേ ഈ ലോക്കൽ വ്ളോഗ്സ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ അല്ല, ഓൾ കോസ്റ്റൽ ഇന്ത്യയുടെ ലോക്കൽ ഫുഡ് ഹണ്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ.